നിങ്ങൾക്ക് പോലീസിൽ നിന്നും ഒരു കാൾ വരുന്നു. നിങ്ങളുടെ ആധാർ കാർഡ് ഐഡൻറ്റിറ്റി മോഷ്ടിച്ച് ഒരു ക്രിമിനൽ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നു. നിങ്ങൾ അറസ്റ്റ് ഒഴിവാക്കണമെങ്കിൽ നിങ്ങളല്ല കുറ്റകൃത്യം നടത്തിയത് എന്ന് തെളിയിക്കണം. ഇങ്ങനെ ഒരവസ്ഥ വന്നാൽ മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്ന ആരായാലും ഭയന്നു പോകും. ആ ഭയം മുതലെടുത്ത് തട്ടിപ്പുകാർ നിങ്ങൾ വർഷങ്ങളോളം അധ്വാനിച്ച് സമ്പാദിച്ച് ബാങ്കിൽ നിക്ഷേപിച്ച പൈസ സെക്കൻഡുകൾ കൊണ്ട് അടിച്ചുകൊണ്ട് പോകും. എന്നാൽ നിരവധി തട്ടിപ്പുകളെക്കുറിച്ച് നേരത്തെ അറിയാവുന്ന ഞാൻ കഷ്ടിച്ചാണ് ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ തന്നെ അനുഭവമാണ് പങ്കുവയ്ക്കുന്നത്. കാരണം ഇത് കാണുന്ന നിങ്ങൾക്ക് ഇത്തരം പറ്റിപ്പുകളെ ഒഴിവാക്കാൻ കഴിയുമല്ലോ. നിരവധി തരത്തിലുള്ള ഓൺലൈൻ പറ്റിപ്പുകൾ ഇന്നുണ്ട്. നാണക്കേട് കാരണം പുറത്തു പറയാത്ത നിരവധി പേർ. അധ്വാനിച്ച് സമ്പാദിച്ച ലക്ഷങ്ങൾ നിമിഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്തവരും നിരവധിയാണ്. ഇതൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കിയിരിക്കുമ്പോഴാണ് ഞാനും ഒരു പറ്റിപ്പിൻ്റെ വക്ക് വരെ ചെന്നെത്തുന്നത്. ഈ കഴിഞ്ഞ മാർച്ച് മാസമാണ് സംഭവം. എനിക്കൊരു ഓട്ടോമാറ്റിക് കാൾ വരുന്നു. നിങ്ങളുടെ നമ്പറിൽ നിന്നും സൈബർ കുറ്റകൃത്യം നടന്നതിനാൽ നിങ്ങളുടെ ഫോൺ നമ്പറുകളെല്ലാം അടുത്ത 1 മണിക്കൂറിനുള്ളിൽ ക്യാൻസൽ ചെയ്യുന്നതാണ് എന്നായിരുന്നു സന്ദേശം. കൂടുതൽ അറിയാൻ നമ്പർ 9 അമർത്തിയപ്പോൾ ഹിന്ദി സംസാരിക്കുന്ന ഒരു കാൾ സെൻറ്ററിലേക്കാണ് കണക്ട് ചെയ്യപ്പെട്ടത്. ഒരു സ്ത്രീയാണ് സംസാരിച്ചത്. എൻ്റെ ആധാർ കാർഡ് ഉപയോഗിച്ച് മുംബൈയിലെ അന്ധേരിയിൽ നിന്ന് ഒരു സിം കാർഡ് എടുത്തിട്ടുണ്ടെന്നും ആ നമ്പർ കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്നുമായിരുന്നു അവർ പറഞ്ഞത്. ഈ കേസ് മുംബൈ പോലീസിൽ രജിസ്റ്റർ ചെയ്തു എന്നും അതിൻ്റെ നമ്പരും അഡ്രസ്സും ഉൾപ്പെടെ അവർ പറയുകയും ചെയ്തു. ഇത്ര കൃത്യമായി പറഞ്ഞപ്പോൾ ഞാനും വിശ്വസിച്ചു. മാത്രമല്ല ഫോൺ നമ്പർ കട്ടായി പോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര വെപ്രാളമായി പോകും. ഈ ടെൻഷൻ അവർ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. കാരണം ടെൻഷൻ വരുമ്പോൾ ബുദ്ധി വർക്ക് ചെയ്യില്ല. അവർ ട്രായിൽ നിന്നാണെന്നാണ് പറഞ്ഞത്. മുംബൈ പോലീസുമായി ബന്ധിപ്പിക്കുമെന്ന് പറഞ്ഞ് അവർ കട്ട് ചെയ്തു. അടുത്ത ഒരു വാട്സാപ്പ് വീഡിയോ കോൾ ഉടനെ മുംബൈ പോലീസിൽ നിന്നും പറഞ്ഞ് വന്നു. കുറച്ചു നേരം യൂണിഫോമുള്ള ഒരാളെ കാണിച്ചെങ്കിലും ബാക്കി മുഴുവൻ സമയവും അവർ വീഡിയോ ഓഫാക്കിയാണ് സംസാരിച്ചത്. അതിനുള്ള കാരണമായി അവർ പറഞ്ഞത് ഓഫീസ് കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എൻ്റെ നമ്പർ ആധാർ കാർഡ് മോഷ്ടിച്ചെടുത്തതാകുമെന്നും എൻ്റെ പേരിൽ മറ്റ് കേസുകളുണ്ടോ എന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് വാക്കി ടോക്കിയിൽ സംസാരിക്കുന്നത് പോലെ ഓഡിയോ വന്നു. അതിൽ എൻ്റെ പേരിൽ വ്യാജ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നും ഹർഷത് മേത്ത എന്ന കുറച്ചു മാസം മുമ്പ് അറസ്റ്റിലായ ആളുമായി ബന്ധമുണ്ടെന്നും പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ശബ്ദം വന്നു. ഇത് കേട്ടപ്പോൾ നന്നായി പേടിച്ചെങ്കിലും എനിക്ക് സംശയമായി. ഉടനെ അവർ ഇതൊക്കെ ഒറിജിനലാണെന്ന് കാണിക്കാൻ കുറച്ച് ഡോക്യുമെൻറ്റ്സും അയച്ചു തന്നു. CBI ഐഡൻറ്റിറ്റി കാർഡും ഒക്കെ വെച്ച് വന്ന ആ ഒരു ഡോക്യുമെൻറ്റ് ടെൻഷനിലിടയിൽ വലിയ സംശയത്തിന് വഴിവെച്ചില്ല. എന്നാൽ ഞാൻ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാം, നിങ്ങൾ ഒറിജിനലാണെന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് പോലീസിനെ കൊണ്ട് ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങളെ അറസ്റ്റ് ചെയ്യിപ്പിക്കാം, വീട്ടിൽ വന്ന് അവർ നിങ്ങളെ കൊണ്ടുപോയിക്കോളും, പക്ഷെ നിങ്ങൾ നിരപരാധിയാണോ എന്ന് നോക്കണമെന്നായിരുന്നു. അവർ അതും പറഞ്ഞ് ബാങ്ക് ഡീറ്റെയിൽസ് തട്ടിയെടുക്കാനുള്ള പ്ലാനായിരുന്നു. കാരണം വ്യാജ ബാങ്ക് അക്കൗണ്ട് ആണ് ഉണ്ടായത് എന്ന് എൻ്റേതല്ല എന്നൊക്കെ തെളിയിക്കാൻ ഞാൻ ടെൻഷൻ കൊണ്ട് എൻ്റെ ഒറിജിനൽ ബാങ്ക് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും എന്നായിരുന്നു അവർ കണക്ക് കൂട്ടിയത്. എന്നാൽ നിരവധി തട്ടിപ്പ് കഥകളെക്കുറിച്ച് കേട്ടിട്ടുള്ള ഞാൻ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോകുമെന്ന് തീർത്തു പറഞ്ഞതോടെ അവർ തഞ്ചത്തിൽ ഇത് പറഞ്ഞ് അവസാനിപ്പിച്ച് പോയി. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി അവർ തന്ന ഡോക്യുമെൻ്റൊക്കെ കാണിച്ചിട്ടും പോലീസുകാർക്ക് പോലും അത് വ്യാജമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് പ്ലാൻഡായി വന്ന ഇവർ എത്ര പേരെ പറ്റിച്ചിട്ടുണ്ടാവണം. ഇതിനെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. പറ്റിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവരെ നേരിടാൻ നമ്മളും തയ്യാറായി തന്നെ നിൽക്കണം.